പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി വിധി പറയാൻ ശനിയാഴ്ചത്തേക്ക് മാറ്റി. പരാതിക്കാരി രാജ്യത്തിന് പുറത്തായതിനാൽ രാഹുലിന് ജാമ്യം നൽകിയാൽ പരാതിക്കാരിയുടെ ജീവന് ഭീഷണിയാകുമെന്ന വാദം പൊള്ളയാണെന്നും വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. വിവരങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ചേരുകയാണ്. വിഷ്ണു, ശനിയാഴ്ചയാണ് വിധി. അപ്പോൾ ജയിലിൽ പുറത്തിറങ്ങാൻ രാഹുൽ പിന്നെയും കാത്തിരിക്കണം എന്നർത്ഥം അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ലൈംഗിക പീഡന കേസിലാണ് വിധി പറയുന്നത്. ശനിയാഴ്ചത്തേക്ക് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി മാറ്റിയത്. ഹർജിയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ പൂർത്തിയാക്കി ശനിയാഴ്ച വിധി പറയുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. കേസ് പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ആസൂത്രിതമായ നീക്കമാണ് തനിക്കെതിരെ നടക്കുന്നതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകർ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണങ്ങളെ ശക്തമായി എതിർക്കുന്ന കാഴ്ച തന്നെ കാണേണ്ടി വന്നു. സംഭവം ഉണ്ടായെന്ന് പറയപ്പെടുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം പരാതിയിൽ ഉയർന്നത് ദുരൂഹതയുണ്ടെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. KPCC പ്രസിഡന്റ് ലഭിച്ച 2ാമത്തെ പരാതിയിൽ പരാതിക്കാരി ആരെന്ന് പോലും വ്യക്തമല്ലെന്നും കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതികളെല്ലാം ഉണ്ടാകുന്നതെന്നും ഒക്കെയുള്ള വാദങ്ങളാണ് ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രതിഭാഗം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും കേട്ട കോടതി പിന്നീട് വിധി പറയുന്ന ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിധിയുടെ കാര്യത്തിൽ തിരുവല്ല സെഷൻസ് കോടതിയും രാഹുലിന്റെ ജാമ്യം തള്ളിക്കൊണ്ടാണ് വിധി പ്രസ്താവിച്ചിരുന്നത്. പിന്നീടാണ് ഇത് പരിഗണിക്കുന്നത്. പത്തനംതിട്ട കോടതിയിലേക്ക് പോയത്. പത്തനംതിട്ട കോടതി വിശദമായ തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ തേടിയതിനു ശേഷം ശനിയാഴ്ച വിധി പറയാമെന്ന് പ്രസ്താവിച്ചു.